ജീസസ് വേൾഡ് വണ്ണിൻ്റെ 29ാമത്തെ ഭാരത പര്യടന തീർത്ഥയാത്രയോടുകൂടി ഫരീദാബാദ് രൂപതയിലെ ഓരോ ഇടവകളെയും യേശു സന്ദർശിക്കുന്ന സമയമാണിത്. ഇന്ന് ജീവനേ സ്വർഗ്ഗഭോജ്യം എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ഞാൻ സൗഖ്യമുള്ളവളാകുമെന്ന് രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വസിച്ചു. അവൾ വിശ്വാസത്തോടെ തിക്കിനും തിരക്കിനിടയിൽ ഈശോയെ ഒന്ന് സ്പർശിച്ചു. തൽക്ഷണം അവൾ സൗഖ്യം പ്രാപിച്ചു. യേശു തിരിഞ്ഞ് അവളുടെ അരുൾ ചെയ്തു, മകളെ ഭയപ്പെടേണ്ട, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതാ നമ്മളെ രക്ഷിക്കുന്ന, നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ, ഭാരങ്ങൾ, ദുരിതങ്ങൾ മാറ്റുന്ന, ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന എന്റെ കർത്താവിന്റെ പരമ കാരുണ്യമായ ദിവ്യ കാരുണ്യം ഇതാ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നു. വിശ്വാസത്തോടെ ചോദിക്കുക. വിശ്വാസത്തോടെ രണ്ടുപേരും ചോദിക്കുന്ന എന്തൊരു കാര്യവും എന്റെ സ്വർഗത്തിനായ പിതാവ് നിങ്ങൾക്ക് നിറവേറ്റി തരും. ഈശോ അവരോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന കാര്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ ഈശോയെ നോക്കി പ്രകാശിതരാകും. ഒരിക്കലും രക്ഷിതരാകില്ല. നമുക്ക് ഈശോയെ ഒന്ന് സ്പർശിക്കാം. ഈശോയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് നമ്മളെ പൂർണ്ണമായി കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിന്റെ മീതെ നടന്നു പോയവൻ, കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിന്റെ മീതെ നടന്നു പോയവൻ, നദിയടഞ്ഞ മാനവർക്കു ജീവനേ, മരണമില്ല രോഗികൾക്കു സൗഖ്യമേ. ഇതിന്റെ പ്രാർത്ഥന ഈശോയെ തൊട്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയം നമ്മളെല്ലാ നിയോഗങ്ങളുള്ള മനസ്സിലാക്കുക. രോഗമാകട്ടെ, കീടങ്ങളാകട്ടെ, അസ്വസ്ഥതകളാകട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകട്ടെ, ക്ലേശങ്ങളാകട്ടെ, ഇതെല്ലാം അങ്ങയുടെ ഈ ആരാധനയ്ക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച് സൗഖ്യം നേടാനാണ് എനിക്ക് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചോദിക്കുന്ന ഏതൊരു കാര്യവും ഈശോ നമുക്ക് കാണിക്കുന്നതിന് ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി ഹല്ലേലൂയ 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 ഹല്ലേലൂയ